ബാത്റൂമിൽ തട്ടിയ ഞാൻ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിമലിനെ ആണ്. സഹതാപം തെല്ലും തോന്നിയില്ല, പക്ഷേ നന്നായി പേടിച്ചു. തൊട്ടുമുമ്പിൽ കൂടി മുടിയും അഴിച്ചിട്ട് ഒരു സ്ത്രീ പ്രാന്തിയെ പോലെ ചോരയിൽ കുളിച്ച മുഖവുമായി എന്റെ മുന്നിൽ കൂടി നടന്നു നീങ്ങി. എനിക്ക് എന്തു ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. സത്യത്തിൽ അവനെ കൊല്ലാൻ തക്ക ധൈര്യം എന്നിൽ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിച്ചുപോയ നിമിഷം. പക്ഷേ ആ സ്ത്രീ ആരാണോൾ? ദേവിക. അതേ, നിമൽ ചാറ്റിൽ പറഞ്ഞ അതേ വീട്ടമ്മ. നിമലിന്റെ കൊലപാതകം എന്റെ തലയിൽ ആകുമോ എന്ന് പേടിച്ചു വിറച്ചുകൊണ്ട് ഞാൻ ആ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങി ഓടി. പക്ഷേ പിറ്റേ ദിവസത്തെ വാർത്തയിൽ ഞാൻ കണ്ടത് സ്വയമേ സ്റ്റേഷനിൽ ഹാജരായ ദേവകി എന്ന സ്ത്രീയാണ്. ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ ഒരു ഭാര്യ ആണ്, അമ്മ ആണ്. എന്റെ ജീവിതത്തിൽ നടന്നത് എല്ലാം അറിയുന്ന എന്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് ജീവിതം തന്നു. തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും അദ്ദേഹത്തിനോട് എനിക്കുണ്ട്. വീഡിയോയുടെ പാർശ്വഫലങ്ങൾ ഏതാണ്ട് വർഷങ്ങളോളം എന്നെ വേട്ടയാടി. ഇപ്പോഴും പല സൈറ്റുകളിലും ഫോണുകളിലും അവയുണ്ട്. നിമലിന്റെ മരണം നേരിൽ കണ്ട ഞാൻ ഏതാണ്ട് 2 വർഷം ഡിപ്രഷൻ സ്റ്റേജിൽ ആയിരുന്നു. ഇന്നും നീരജ എനിക്ക് നോവുന്ന ഒരോർമ്മയാണ്. ദേവകി എന്ന സ്ത്രീ ഇന്ന് എവിടെ ആണെന്ന് എനിക്ക് അറിയില്ല. അടുത്ത തവണ എങ്കിലും കാമുകന്മാർക്ക് വേണ്ടി തുണി അഴിക്കുമ്പോൾ ഞങ്ങളുടെ ഈ കഥ നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം. ദൈവാനുഗ്രഹത്താൽ എന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ എന്റെ ജീവിതത്തിലോട്ട് വന്നു. എല്ലാവർക്കും ഈ കൂട്ടുകിട്ടണമെന്നില്ല. ഇനി ഒരു നീരജ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ഗായത്രി രഘുറാം. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യും.